അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ്, നമ്മൾ മുട്ട അതിൻ്റെ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമ്മൾ മുറ്റത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിയും. അതിൽ ചവിട്ടി നമ്മൾ നടക്കും. ഇങ്ങനെ ചവിട്ടി ആ മുട്ടത്തോടിലൂടെ ചവിട്ടി നടക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ചവിട്ടി നടക്കുകയാണെങ്കിൽ ദുഃഖകരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അതിലൊന്നാണ് ഇരുന്നു കൊണ്ട് തലപ്പാവ് ധരിക്കുക എന്നുള്ളത്. ഇരുന്ന് തലപ്പാവ് ധരിക്കുക. രണ്ടാമതായി പറഞ്ഞത് നിന്നുകൊണ്ട് പാൻറ് ധരിക്കുക. അതുപോലെ മൂന്നാമത്തതാണ് പല്ലുകൊണ്ട് നമ്മുടെ താടി രോമം കടിച്ച് മുറിക്കുക. നമ്മുടെ താടി രോമത്തെ വായിലാക്കിയിട്ട് അതിനെ കടിച്ച് മുറിക്കുക. ഇത് ദുഃഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി തീരും. അതുപോലെ വാതിലിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുക. നമ്മുടെ മുൻപിലുള്ള അല്ലെങ്കിൽ അടുക്കളയുടെ ആ ഭാഗത്തിലുള്ള ഉമ്മറപ്പടിയിലൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടാവും, പല ആൾക്കാരും. അവിടെ ഇരിക്കുക എന്നുള്ളത് ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമായി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാരണമാണ് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടത് ഏത് കൈ കൊണ്ടാണെന്നല്ല എല്ലാവർക്കും അറിയാം. പക്ഷേ ചില ആളുകളൊക്കെ ഇപ്പോഴും ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, വളരെ ചുരുങ്ങിയ ആളുകൾ. അപ്പോൾ ഇടത് കൈ കൊണ്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പാടില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനും പാടില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കുമ്പോൾ ഇടത്തെ കൈ കൊണ്ടും വെള്ളം കുടിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അത് ചെയ്യാൻ പാടില്ല. രണ്ടും വലത്തെ കൈ കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുകയോ ഭക്ഷിക്കുകയോ ചെയ്താൽ ദുഃഖങ്ങൾ ജീവിതത്തിൽ വരാൻ കാരണമായി തീരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വസ്ത്രമെടുത്ത് തുണിയൊക്കെ അല്ലെങ്കിൽ ഷർട്ടൊക്കെ അങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് തുണിയൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് അതിൻ്റെ തല കൊണ്ട് മുഖം തുടക്കുക. ഇങ്ങനെ മുഖം തുടച്ചാലും ഇതുപോലെയുള്ള ദുഃഖങ്ങൾ സംഭവിക്കുന്നതാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ്, നമ്മൾ മുട്ട അതിൻ്റെ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി നമ്മൾ മുറ്റത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിയും. അതിൽ ചവിട്ടി നമ്മൾ നടക്കും. ഇങ്ങനെ ചവിട്ടി ആ മുട്ടത്തോടിലൂടെ ചവിട്ടി നടക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ചവിട്ടി നടക്കുകയാണെങ്കിൽ ദുഃഖകരമായ പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്നതാണ്. അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് ശുദ്ധിയാക്കുക. നമ്മൾ ശുചീകരണം നടത്തേണ്ടത് അത് ഇടത് കൈ കൊണ്ടാണ്. അത് നേരെ തിരിച്ച് വലത്തെ കൈ കൊണ്ട് ശുചീകരണം നടത്തുക എന്നുള്ളത് നമുക്ക് ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പള്ളിത്തൊടു മക്ബറകൾ. ഈ മക്ബറകളുടെ അടുത്തൂടെ പോകുമ്പോൾ തമാശകൾ പറഞ്ഞുകൊണ്ട് കളിയും ചിരിയുമായിട്ട് നടക്കുക. ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിച്ച് നടക്കുക. ഇങ്ങനെ ചെയ്താൽ അവനക്ക് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ സംഭവിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ, നമ്മുടെ ജീവിതത്തെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് കൊണ്ടുവരികയും ചീത്തയായ നമ്മൾ അറിയാതെ വരുന്ന പല സംഭവങ്ങളും അതൊക്കെ ഒന്ന് മാറ്റിവെക്കുകയും ചെയ്താൽ വളരെ ഉപകാരമാകും. നമ്മുടെ ജീവിതത്തിൽ അത് ധന്യമാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.